ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ഈ കോപ്പിറൈറ്റ് സ്കൂൾ എന്താ, കോപ്പിറൈറ്റ് ക്ലെയിം, കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, ഇതൊക്കെ എന്താന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങളുടെ ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ വീഡിയോ റിമൂവ് ചെയ്ത് കാണും, പക്ഷേ സ്ട്രൈക്ക് അവിടുന്ന് പോവില്ല. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 2 സ്ട്രൈക്ക് കൂടെ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ചാനൽ അടിച്ചു പോയി കിട്ടും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുന്നതൊക്കെ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ എത്താൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ പറയാം എന്താന്ന്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് പ്രിപ്പയർഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. യൂട്യൂബ് കോപ്പിറൈറ്റ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിക്കവാറും കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് വന്നിട്ട് ആരുടെയെങ്കിലും ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നോക്കിയപ്പോഴോ ഈ സംഭവം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒട്ടുമിക്കവർക്കും അറിയത്തില്ല. കാരണം നമ്മൾ ആ ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്ന ഫേസിൽ കൂടെ പോയാലേ ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യമുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് കോപ്പിറൈറ്റ് സ്കൂളിൽ കോപ്പിറൈറ്റ്, ഫെയർ യൂസ്, ക്ലെയിംസ്, സ്ട്രൈക്സ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ക്ലാസ് ആണ്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഡ്രൈവിങ്ങിൻ്റെ പ്രോപ്പർ കാര്യങ്ങളൊക്കെ പഠിക്കത്തില്ലേ, അതുപോലെ യൂട്യൂബിനെ പറ്റിയിട്ടുള്ള യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിനെ പറ്റി പറഞ്ഞു തരുന്ന ഒരു സ്കൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഈ കോപ്പിറൈറ്റ് സ്കൂൾ. അപ്പോൾ നിങ്ങൾ ഏത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞില്ല ചാനൽ വരെ എന്നേക്കുമായിട്ട് പോകാവുന്ന സ്ഥിതിയിലേക്ക് മാറും. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോപ്പിറൈറ്റ് ക്ലെയിം, കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പിറൈറ്റ് സ്ട്രൈക്കും ഒന്നാണെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. അല്ല. കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മോണിറ്റൈസേഷൻ, ചാനലിന്റെ വിസിബിലിറ്റി, മീൻസ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ചില ഏരിയകളിൽ റെസ്ട്രിക്റ്റഡ് ആയെന്നൊക്കെ കാണിക്കും. ആ സമയത്ത് നമുക്ക് ചാനൽ നമ്മുടെ ആ ഒരു പബ്ലിക്കായിട്ട് ഇറക്കിയ വീഡിയോ ആ ഒരു പോർഷനിലൊന്നും ചെല്ലണം എന്നില്ല. നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ ഉള്ളിൽ കോപ്പിറൈറ്റ് കണ്ടന്റ് കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഇങ്ങനെ വരുമല്ലോ, അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ റിമൂവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോപ്പിറൈറ്റിൻ്റെ സ്കീമൊന്നുമില്ല. പക്ഷേ കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്താലൊന്നും പോവില്ല. പലരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം ആണെന്നാണ്. സെയിം അല്ല. കോപ്പിറൈറ്റ് ക്ലെയിമിനേക്കാളും പണി തരുന്നത് കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ്. കാരണം മറ്റേത് ചാനലിന്റെ വിസിബിലിറ്റി അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ, കോപ്പിറൈറ്റ് തരുന്ന സാധനങ്ങൾ നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടൂല. നിങ്ങളുടെ ഒരു മോണിറ്റൈസ്ഡ് ആയിട്ടൊരു ചാനലാണെങ്കിൽ എന്തെങ്കിലും മോണിറ്റൈസ്ഡ് ആവുമല്ലോ, അതിന് പൈസ കിട്ടൂല. അതാണ് കോപ്പിറൈറ്റ്. പക്ഷേ സ്ട്രൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആരുടെയെങ്കിലും ഓണർഷിപ്പിലുള്ളൊരു സംഭവം. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും സിനിമയുടെ ഒരു പുതിയതായിട്ട് ഇറങ്ങിയ ഒരു സിനിമയുടെ സീക്വൻസ് എന്തെങ്കിലും എടുത്ത് നിങ്ങളുടെ വീഡിയോയുടെ ഉള്ളിൽ ഇട്ടെന്ന് വിചാരിക്കും. അതിൻ്റെ പ്രൊഡക്ഷൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾ ആരാണോ അവരൊരു സ്ട്രൈക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ സംഭവം ആ വീഡിയോ ടേക്ക് ഡൗൺ ആവും. പക്ഷേ ആ വീഡിയോ പോകുന്നല്ലാതെ ആ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കിട്ടിയ ആ സ്ട്രൈക്ക് പോവില്ല. അത് പോകണമെങ്കിൽ കോപ്പിറൈറ്റ് സ്കൂളിൻ്റെ സഹായം വേണം, എന്നാലേ അത് പോവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു 2 സ്ട്രൈക്ക് കൂടെ കിട്ടും. അപ്പോഴത്തേക്ക് 3 സ്ട്രൈക്കാണ് ഇവർ മാനദണ്ഡം വെച്ചേക്കുന്നത്. 3 സ്ട്രൈക്ക് കിട്ടി കഴിഞ്ഞാൽ ചാനൽ അടിച്ചു. നമ്മുടെ ചാനലും ഇതിൽ വരുന്ന അടുത്തടുത്ത ചാനലുകൾ ഉണ്ടാവുമല്ലോ, എക്സ്ട്രാ ചാനൽസ് എടുത്തവരൊക്കെ ഉണ്ടാവും, അതും കൂടെ അടിച്ചു പോകും. അപ്പോൾ ഇതാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്കും കോപ്പിറൈറ്റ് ക്ലെയിമും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ നിങ്ങൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിയുമ്പോൾ ആദ്യം ചിലപ്പോൾ ചില കേസുകളിൽ നമ്മൾ റിമൂവ് ആക്കണം. ചില സീരിയസ് കേസുകളിൽ അവർ തന്നെ ആ വീഡിയോ റിമൂവ് ആക്കും. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സിസ്റ്റത്തിലാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും. അങ്ങനെ ലോഗിൻ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഒരു മൂലയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞിങ്ങനെ കിടക്കും. ആ സാധനം അവിടെ കിടക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ റിമൂവ് ആയിട്ടും സ്ട്രൈക്ക് നിങ്ങളെ വിട്ടു പോയിട്ടില്ല. അപ്പോൾ ആ സ്ട്രൈക്ക് പോകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് വരുന്ന ഒരു എക്സ്ട്രാ ഓപ്ഷനാണ് കോപ്പിറൈറ്റ് സ്കൂൾ. ഇനി ഞാൻ ഈ കോപ്പിറൈറ്റ് സ്കൂൾ എങ്ങനെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് എത്തി എങ്ങനെയുള്ളതെന്ന് പറഞ്ഞുതരാം. ഏകദേശം ഇപ്പോൾ 2 വർഷത്തോളമായി എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ട്. 2024 ഡിസംബർ 4 തോന്നുന്നു മറ്റേ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ട് അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്ളോഗ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒരു ചെറിയ ഷോർട്ട് വ്ളോഗായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് വ്ളോഗിൽ ചെറിയൊരു സീക്വൻസ് നസ്ര ഇങ്ങനെ തിരിഞ്ഞു പോകുന്നതായിട്ട് ഇങ്ങനെ ചെറിയൊരു സീക്വൻസ് ഇങ്ങനെ നമ്മൾ വ്ളോഗിന് ഇടുമല്ലോ, നമ്മൾ കാണാൻ പോയി എന്ന് പറഞ്ഞു. അതിട്ട് കഴിഞ്ഞപ്പോൾ അത് ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അന്ന് യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയില്ല. അത് ആ സമയത്തിൻ്റെ തൊട്ടടുത്ത സെക്കൻഡ് ആ സാധനം റിമൂവ് ആയി. അപ്പോൾ ഞാനിത് കാണുന്നത് വൈകിട്ട് അപ്പോൾ എനിക്കിങ്ങനെ താഴെ ഇങ്ങനെ വന്നേക്കുവാണ്, വീഡിയോ റിമൂവ് ആയിട്ടുണ്ട്. എവിടുന്ന്? ഇതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടല്ലോ. അപ്പം എക്സാമ്പിൾ പറയണേ ഭാവന സ്റ്റുഡിയോസ് അങ്ങനെ പറയില്ലേ, അതുപോലെ ഇതിൻ്റെ ഏതാണെന്നറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. അപ്പം അവർ ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രൈക്ക് കൊടുത്തു. അവർ കോപ്പിറൈറ്റ് ക്ലെയിമും പോലും അല്ല നന്നായിട്ട് സ്ട്രൈക്ക് തന്നു. അപ്പോൾ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ അത് നല്ല അത്യാവശ്യം എൻ്റെ ചാനലിനെ ബാധിക്കും. ഇപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് യാതൊരുവിധ അറിവുമില്ല.
അപ്പോൾ ഞാനിങ്ങനെ ഇൻസൈറ്റിൽ കയറി നോക്കുമ്പം മീൻസ് സിസ്റ്റത്തിൽ യൂട്യൂബ് സ്റ്റുഡിയോ കയറി നോക്കുമ്പം അതിൻ്റെ അകത്ത് ഒരു മൂലയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. എന്നിട്ട് അവർ കാണിക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു 2 സ്ട്രൈക്ക് കൂടെ തന്നാൽ ചാനൽ പോവും എന്നിങ്ങനെ കിടപ്പുണ്ട്. 90 ഡേയ്സ് കഴിയുമ്പോൾ ഇത് എക്സ്പയർ ആയി പോകും, നിങ്ങളൊന്നും ചെയ്യണ്ടെന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ട് ഈ 2 ആഴ്ച 3 ആഴ്ചകൾ മുമ്പ് ഞാനിങ്ങനെ സിസ്റ്റത്തിൽ ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസൈറ്റൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയില്ല, എന്തോ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു മീൻസ് കോപ്പിറൈറ്റ് സ്കൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ ChatGPTയോട് ചോദിച്ചത് എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് പറയുന്നത് ഈ കോപ്പിറൈറ്റ് സ്കൂൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുള്ള 90 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സ്ട്രൈക്ക് എക്സ്പയർ ആയി പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സ്ട്രൈക്ക് എക്സ്പയർ ആയി പോയാലേ ഇത് ചാനലിൽ സ്ട്രൈക്ക് കിട്ടിയ ആ ഒരു സംഭവം ചാനലിൽ നിന്ന് മാറിപ്പോവുള്ളൂ. അല്ലെങ്കിൽ ഓൾറെഡി ഈ സ്ട്രൈക്ക് അവിടെ കിടക്കുകയും എക്സ്ട്രാ ഒരു 2 സ്ട്രൈക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കെട്ടിപ്പൊക്കിയ സാധനം ഒറ്റ നിമിഷം കൊണ്ട് അടിച്ചു പോകും. അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ കോപ്പിറൈറ്റ് സ്കൂളിൽ കയറുകയും അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സ്ട്രൈക്ക് മാറി കിട്ടി. ആ ഒരു ഓപ്ഷൻ പോയി. പക്ഷെ 90 ഡേയ്സ് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രൈക്ക് എക്സ്പയർ ആയി പോകത്തുള്ളൂ. 1.5 വർഷം എടുത്തു ഞാൻ ഇത് മനസ്സിലാക്കാൻ. കാരണം എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ആരെങ്കിലും ഈ സിറ്റുവേഷനിൽ ഇതുപോലെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിനെ അത് അഫക്റ്റ് ചെയ്യും. കോപ്പിറൈറ്റ് സ്കൂളിൽ ഞാൻ എന്തൊക്കെയാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ കോപ്പിറൈറ്റ് സ്കൂൾ എന്ന് പറഞ്ഞ് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ ഒന്നും നോക്കണ്ട, നേരെ അത് കോപ്പി ചെയ്ത് ChatGPTയിൽ ഇടുക. ഇട്ട് കഴിയുമ്പോൾ ChatGPT നമുക്ക് കറക്റ്റായിട്ട് ഓർഡർ പറഞ്ഞു തരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ഈ അവിടെ കാണുന്ന സാധനം നേരെ കോപ്പി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ഇത് ChatGPT കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT മലയാളത്തിൽ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ChatGPT നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ഈ ഒരു കോപ്പിറൈറ്റ് സ്കൂളിൽ കയറി കഴിഞ്ഞപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വീഡിയോയാണ്. ഒരു 30 സെക്കൻഡ്സോ 40 സെക്കൻഡ്സോ ഉള്ളൊരു വീഡിയോ. ആ വീഡിയോയിൽ കോപ്പിറൈറ്റ് എന്താണെന്നും ഫെയർ യൂസ് എന്താണെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഫുൾ ഇരുന്ന് കാണണം. കണ്ടു കഴിഞ്ഞിട്ട് ഓക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം ഇവർ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആക്കി കൊടുത്താലേ നമുക്ക് ഈ പറഞ്ഞ സംഭവം പാസ് ആവാൻ പറ്റുള്ളൂ. ഈ ഡ്രൈവിംഗ് സ്കൂളിൽ നമുക്ക് ഡ്രൈവിങ്ങിന് പാസ്സായി ലൈസൻസ് കിട്ടുന്ന പോലെ സെയിം പ്രോസസ്സ് തന്നെയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ചിലത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു. അപ്പോൾ ഞാനിത് നേരെ കോപ്പി ചെയ്തിട്ട് ChatGPT കൊണ്ടിടും. എന്നിട്ട് ChatGPT എനിക്ക് കറക്റ്റ് ആൻസർ പറഞ്ഞു തരും. എന്നിട്ട് ആ ആൻസർ ഞാൻ നോക്കിയിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ടിക്ക് ചെയ്ത് വിടും. അങ്ങനത്തെ ഓപ്ഷൻ ആയിരുന്നു. അങ്ങനെ അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ റൈറ്റ് ആൻസർ കൊടുത്തിട്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ സ്ട്രൈക്ക് ഒഴിവായി കിട്ടി. അപ്പോൾ ആ ഒഴിവായി കിട്ടിയതിന് ശേഷം 90 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ട്രൈക്ക് എക്സ്പയർ ആവുള്ളൂ. പിന്നെ നിങ്ങൾക്കുള്ളൊരു സംശയമാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംശയം ഉണ്ടോ എന്നറിയില്ല. നല്ല നല്ല പാട്ടുകളൊക്കെ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫീലായിരിക്കും, ആ വീഡിയോയ്ക്ക് നല്ലൊരു ഭംഗിയുണ്ടാവും. പക്ഷേ നിങ്ങൾ നല്ല ഒച്ച കുറച്ചിട്ടാണെങ്കിലും വോളിയം എത്ര കുറച്ചിട്ടാണെങ്കിലും അത് യൂട്യൂബ് കണ്ടുപിടിക്കും. അത് യൂട്യൂബിന് ഭയങ്കര കഴിവാണ് കാര്യത്തിൽ. അതുകൊണ്ട് നിങ്ങൾ ലോ വോളിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടൂല എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റി. തെറ്റായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. അതങ്ങനെയല്ല, കോപ്പിറൈറ്റ് കിട്ടും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കുറച്ച് നാൾക്ക് മുന്നേ, ഒരു 3-4 മാസത്തിന് മുന്നേന്ന് തോന്നുന്നു. കാരണം എപ്പോഴും നമുക്ക് യൂട്യൂബിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മുടെ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് നോക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾക്ക് ലാപ്പ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഫോണിൽ നോക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഫോണിലെ ആപ്പ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എപ്പോഴും ഒരു സിസ്റ്റം ഉള്ളതാണ് നല്ലത്. ഇപ്പം മോണിറ്റൈസ്ഡ് ആയിട്ട് അതിൻ്റെ ടാക്സ് വെരിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ ഏറ്റവും ബെറ്റർ ഇതുപോലെ സിസ്റ്റത്തിൽ നോക്കുന്ന. അത് സിസ്റ്റം ഇല്ലെങ്കിൽ സിസ്റ്റം ഉള്ള ആരുടെങ്കിലും പോയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ കോണ്ടന്റ് ആരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂട്യൂബ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഞാൻ ഒരു 2 പേർക്ക് കൊളാബ് ചെയ്ത് കൊടുത്തതിൻ്റെ അകത്ത് ഓൾറെഡി ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പ്രോഡക്റ്റ് അയച്ചു തരാം, ഞാൻ റിവ്യൂ പറയാം, പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇൻസ്റ്റയിൽ അത് പോസ്റ്റ് ചെയ്തിട്ട് അവരത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ഇൻസ്റ്റയിൽ ഉണ്ടെങ്കിലും അത് ഞാൻ ഇവിടെയും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ ഇതുപോലെ എൻ്റെ കോണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ഫെയർ യൂസ് ആണ്, അവരുടെ പ്രോഡക്റ്റ് ആണ്, എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അത് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ 2 വീഡിയോയുടെ വന്നു. അതല്ലാണ്ട് എനിക്കൊരു എക്സ്ട്രാ ഒരു സാധനം വന്നു. കുറച്ച് നേരത്തേക്ക് എനിക്ക് ഷോക്കായിപ്പോയി, ഇത് എന്ത് സാധനമാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഞാനിങ്ങനെ ഡ്രസ്സിൻ്റെ റിവ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ മീഷോന്നെങ്ങാണ്ട് ഞാൻ വാങ്ങിച്ച ഒരു ഡ്രസ്സ് 1.3K വ്യൂസ് ഉണ്ട്, ഒരു 10-20 ലൈക്കും കാണും. ഒത്തിരി വൈറലായിട്ട് അടിച്ചു മാറ്റിയാന്നും പറയാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു വീഡിയോ ഒരു ഹിന്ദിക്കാരനെങ്ങാണ്ട് ആ പേജ് കണ്ടപ്പോൾ, ഹിന്ദിക്കാരനോ ഹിന്ദിക്കാരിയോ അങ്ങനെയുള്ള ആൾക്കാരാണ്. അവരവിടെ എടുത്തുകൊണ്ട് പോയിട്ട്
എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ എവിടെ വെച്ച് കണ്ടാലും എനിക്കറിയാം. അവർ AI വെച്ചിട്ട് എന്റെ ഫേസ് മാറ്റിയേക്കുന്നു. ഫേസ് ഒരുമാതിരി മാവ് ഒഴിച്ച പോലെ ആക്കി വെച്ചിട്ട് എനിക്കത് കണ്ടാൽ മനസ്സിലായി. ഞാനൊരു എഡിറ്ററാണ്. അപ്പം പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ സാധനങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് കത്തും. അപ്പൊ ഈ സാധനങ്ങൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു ശരിക്കും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ മീഷോയുടെ ഡ്രസ്സിന്റെ ലിങ്ക് കൊടുക്കുന്ന എന്താ പരിപാടി, ചെറിയ ചാനലാ, പക്ഷെ എല്ലാത്തിനും ഒരു മര്യാദയുണ്ട്. ഇപ്പം അത് ഫെയർ യൂസ് ആണെങ്കിൽ ഞാൻ ഇതുപോലൊരു ഇപ്പൊ എന്റെ ആ വീഡിയോ എടുത്തിട്ട് ഇത് കണ്ടിട്ട് ഇപ്പം വേറൊരാളുടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് അത് വൈറലായി, അപ്പൊ ഞാൻ അത് എടുത്തിട്ട് ഇത് വർക്ക് ആവുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്യുവാണ്. അത് ഫെയർ യൂസ് ആണ്. അവരുടെ വീഡിയോയെ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യുക. വല്ലവരുടെയും വീഡിയോ നമ്മുടെ സ്വന്തം വീഡിയോ ആയിട്ട് മാറ്റിയിട്ട് അങ്ങനത്തെ പരിപാടി കാണിക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം ഞാൻ ആ വീഡിയോയുടെ പുറകിലിട്ടിരിക്കുന്ന എഫേർട്ട് അത്രത്തോളം ഉണ്ട്. ഞാൻ പണ്ട് വീഡിയോ എടുത്തിരുന്നിടത്ത് ആ വീഡിയോ എടുത്തിരുന്ന ആ സംഭവത്തിന്റെ അവിടെ ഭയങ്കര ചൂടാ. അപ്പൊ ഞാൻ ഈ ഷീറ്റ് ആയതുകൊണ്ട് ചൂടങ്ങനെ വന്ന സമയത്തായിരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ വേർത്ത് കുളിച്ചായിരിക്കും വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ട്രൈപോഡ് കൊണ്ട് വെക്കുക, ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുക, വന്നെടുക്കുക, പിന്നെ അവിടെ കൊണ്ടുവെക്കുക, ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത്. ഞാൻ ഓൾറെഡി ഒരു ജോബ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അങ്ങനെ എഡിറ്റ് ചെയ്ത ഒരു സാധനം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് AI വെച്ച് മാറ്റിയിട്ട് അങ്ങനെ കൊണ്ടുവിടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ എനിക്ക് അതിൽ തന്നെ എനിക്ക് മെസ്സേജ് ഒരു നോട്ടിഫിക്കേഷൻ പോലെ വന്നു, അവർ റിമൂവ് ആക്കിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അതാ പറഞ്ഞത്, ആരുടെയെങ്കിലും കണ്ടന്റ് ഒക്കെ നിങ്ങളുടെ ചാനലിൽ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് അത് കണ്ടുപിടിക്കും. അവർക്കത് അവരുടെ യൂട്യൂബിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ചെല്ലും. അവരൊരു സ്ട്രൈക്ക് തന്നാൽ നിങ്ങളുടെ ചാനലിൽ തീരുമാനമായി കിട്ടും. കോപ്പിറൈറ്റ് തരാൻ പറ്റുന്നത് അവരുടെ ആ ഒരു കോണ്ടന്റിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓണറോ അല്ലെങ്കിൽ ഓണർഷിപ്പ് എടുത്തേക്കുന്ന ആൾക്കാണ് സ്ട്രൈക്ക് തരാൻ പറ്റുന്നത്. സ്ട്രൈക്ക് ഓർ കോപ്പിറൈറ്റ് ക്ലെയിം പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടൂല. യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ ഇടുന്നത് എന്തെങ്കിലും അല്ലെങ്കിൽ പൈസ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ വീഡിയോ ഇടുന്നത്, പൈസ കിട്ടൂല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണെങ്കിൽ ചാനൽ പോയി കിട്ടും. അപ്പം രണ്ടും കൊണ്ടും വലിയ ഉപകാരമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഇടുക. പിന്നെ മാക്സിമം ഇപ്പോൾ ഒരു ഫെയർ യൂസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫിലിം റിവ്യൂവർ, ഒരു ക്രിട്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂവി കാണുന്നു, മൂവി കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നു. അപ്പം എന്തായാലും ആ മൂവിയുടെ ചെറിയ പോർഷൻസ് ഒക്കെ അവരുടെ വീഡിയോസിൻ്റെ ഉള്ളിൽ കാണിക്കും. എന്ന് പറഞ്ഞ് റിലീസായ ഉടനെ പോയി അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് തരും അവർ. അതല്ലാതെ വേറെ എന്തെങ്കിലും ഇറങ്ങിയിട്ട് റിവ്യൂ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ഇപ്പം എന്തെങ്കിലും സീക്വൻസ് ഒക്കെ നിങ്ങൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുക നിങ്ങളതിനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിലുള്ള അഭിപ്രായം വ്യക്തമായിട്ട് പറയുക. അത് ഫെയർ യൂസാണ്. അതിൽ കോപ്പിറൈറ്റ് കിട്ടൂല. പക്ഷെ മറ്റൊരാളുടെ കണ്ടന്റ് നിങ്ങൾ സ്വന്തം കണ്ടന്റായിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഈ മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ കോപ്പിറൈറ്റഡ് മ്യൂസിക് ഇടാതിരിക്കുക, അതും ഒരു പണിയാണ്. പിന്നെ കൂടുതലും ഞാൻ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഒക്കെ എടുക്കാറുണ്ട് ഓരോരുത്തർ. പഴയ ചില പാട്ടുകളുടെ ഇൻസ്ട്രുമെൻ്റൽ വേർഷനൊക്കെ എടുക്കാറുണ്ട്. അത് എത്രത്തോളം സേഫ് ആണെന്ന് അറിയത്തില്ല. അവരും ഈ പറയുന്ന പോലെ ക്ലെയിം ചെയ്ത് അല്ലെങ്കിൽ സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ അതും പണിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്സ് നമുക്ക് യൂട്യൂബ് തന്നെ തരുന്നുണ്ട്. അതിൻ്റെ ഓപ്ഷൻ ആർക്കും അറിയില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ നേരെ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ട് മ്യൂസിക്കിൻ്റെ സൈൻ ഉണ്ട്, ഒരു മ്യൂസിക്കിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ സൗണ്ട് എഫക്ട്സും പിന്നെ യൂട്യൂബ് തന്നെ പ്രിഫർ ചെയ്യുന്ന കുറേ ടൈപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏത് ജോണറിലുള്ള സാധനങ്ങളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് വേറെ നമ്മൾ റിസ്ക് എടുക്കണോ? അപ്പം ഞാൻ അതിൽ നിന്നൊക്കെയാണ് കൂടുതലും എടുക്കാറ്. അതിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കും, ബെറ്റർ എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ എൻ്റെ ആ ഒരു വീഡിയോയുടെ സിറ്റുവേഷന് പറ്റുന്ന BG ഏതാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യാറാണ് പതിവ്. അത് ഡൗൺലോഡ് ചെയ്യാനൊരു പാടുമില്ല, ക്ലിക്ക് ചെയ്ത് അപ്പം ഡൗൺലോഡ് ആവും. അപ്പോൾ അതെടുക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങളൊരു യൂട്യൂബറാണ്, നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് പോളിസീസ് എന്താണെന്നുള്ളത് ഒരു ധാരണ വേണം. അതിൻ്റെ ഇപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നല്ലൊരു ധാരണ വേണം. കാരണം ഓരോ വീഡിയോയും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അപ്പം ഒരാൾ സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ചാനലിൻ്റെ നിലനിൽപ്പിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ തുടങ്ങാനിരിക്കുന്ന യൂട്യൂബേഴ്സിനാണെങ്കിൽ ഈ പറഞ്ഞത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പല വീഡിയോസ് കാണാറുണ്ട്, പക്ഷെ ആരും ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ക്രിസ്പായിട്ട് പറഞ്ഞു തരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു സാധനം ഞാൻ ഈ സംഭവം ഈ കോപ്പറേറ്റ് സ്കൂളിനെ പറ്റി മനസ്സിലാക്കുന്നത് രാത്രി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 12 മണി ആ സമയത്താണ്. എനിക്ക് അപ്പം തന്നെ പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എന്നെപ്പോലെ അറിയാൻ പാടാത്ത കുറേ പേരുണ്ടാവും. ഇതും വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു 2 സ്ട്രൈക്ക് കൂടെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അപ്പോൾ ഇതൊന്ന് പറയാനാണ് ഞാൻ വന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവെന്ന് വിചാരിക്കുന്നു. കമ്മിങ് ക്രിയേറ്റേഴ്സിനും അതുപോലെ ഇപ്പം ബട്ടിങ് യൂട്യൂബേഴ്സിനും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുപോകുന്ന ആൾക്കാർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലെങ്കിൽ ഇതൊക്കെയാണ്
കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ. മാക്സിമം അവനവൻ്റെ ഓൺ കണ്ടൻറ്റ് യൂസ് ചെയ്യുക, കോപ്പിറൈറ്റ് സോങ്സ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലൊക്കെ സംശയങ്ങളുള്ള ഫ്രണ്ട്സിലും അപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും യൂട്യൂബേഴ്സൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഇതാണ് കാര്യങ്ങൾ എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള കോണ്ടൻസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം.